അല്ല, അത് നമ്മുടെ മൈനോറിറ്റീസ് അഫയേഴ്സ് മിനിസ്റ്റർ അവിടെ പോയി പറഞ്ഞല്ലോ, ഭയങ്കര സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ബില്ല് വന്ന് അത് കഴിഞ്ഞിട്ട് റൂൾസ് ഉണ്ടാക്കും, റൂൾസ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കും. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, അതാണ് സ്ഥിതി. ഞങ്ങൾ പ്രചാരണമൊന്നും നടത്തില്ല, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, വാഗ്ദാനം കൊടുക്കുന്നത് വാക്ക് പാലിക്കും ഞങ്ങൾ. അതോ അവർക്ക് വേറെ പണിയില്ലെന്ന്, അതല്ല ചെയ്യുന്നത്. അവർക്ക് ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താല്പര്യവുമില്ല, കഴിവുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ മുമ്പോട്ട് വയ്ക്കും. അത് നിങ്ങൾ തീരുമാനിക്കും, അത് കേൾക്കണോ കവർ ചെയ്യേണ്ടതെന്ന്. എന്തോ അത് താങ്കൾ കണ്ടില്ലേ, ഡിബേറ്റ് വാച്ച് ചെയ്തില്ലേ? ഡിബേറ്റിൽ എന്താ മന്ത്രി പറഞ്ഞല്ലോ, മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്ന്. മന്ത്രി ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറയുമ്പോൾ അത് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വിശ്വസിക്കുക? വി.ഡി. സതീശൻ പറഞ്ഞതോ 35 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത രണ്ട് പാർട്ടീസ് അവർ പറഞ്ഞതാണ് സത്യം, ഞങ്ങൾ ചെയ്യുന്നതാണ് സത്യം. അത് നിങ്ങൾ തീരുമാനിക്കൂ. ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി പ്രാക്ടീസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ താങ്കളിത് പുതിയതായിട്ട് കാണുന്നു, ഞങ്ങൾ ഇങ്ങനെ തന്നെ 2014 മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ എല്ലാം പ്രിയംപ്റ്റ് ചെയ്താൽ പിന്നെ എന്താ ബാക്കി? എനിക്കിപ്പോൾ അത് നോട്ടിഫൈ ചെയ്യാൻ പ്രസ് കോൺഫറൻസ് ചെയ്യണ്ടേ? അന്ന് ഞാൻ സംസാരിക്കാം. നോക്കൂ, ഈ ഡിബേറ്റിൽ എന്നെ വറുത്ത് കൊണ്ടുപോകണ്ട. ഞങ്ങൾ നോക്കൂ, ഞാൻ പറയട്ടെ, ഈ ഡിബേറ്റിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറല്ല. ഞങ്ങൾ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ പറഞ്ഞു, മുനമ്മദ് അവിടെ എത്തി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വാഗ്ദാനം കൊടുത്തു. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. ആര് എന്ത് പറയുന്നു അതിൽ ആ ഡിബേറ്റിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറല്ല. എന്തോ കേരളത്തിൽ ബി.ജെ.പി. എം.എൽ.എമാരില്ലാത്തൊരു പാർട്ടിയാണ്. അതെ, എം.എൽ.എ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു. എനിക്കൊരു വിശ്വാസമുണ്ട്. ഈ 9 കൊല്ലം CPM-ന്റെ സർക്കാർ കണ്ടിട്ട് ജനങ്ങൾ മടുത്തു. കോൺഗ്രസിന്റെ സർക്കാർ ആദ്യം കണ്ടിട്ടുണ്ട്, UPA-ന്റെ സമയത്ത് ഇന്ത്യ ലെവലിലും കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്കൊരു മാറ്റം വേണം. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വികസനം എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ഒരു വികസിത കേരളം എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് അധ്വാനിക്കാനും അത് സൃഷ്ടിക്കാനും ആർക്കെങ്കിലും ഒരു താല്പര്യമോ കഴിവുണ്ടെങ്കിൽ അത് BJP NDA ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കും. അതെയോ? അത് ആരോപണം തന്നെ മീഡിയ വണ്ണാണോ? അത് ചെയ്തോളൂ, കോട്ട് പോയിക്കോളൂ. സാറില്ല, BJP വിജയിക്കുന്ന പ്രതീക്ഷ പങ്കുവച്ചു. നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുള്ളത് 10% വോട്ട് പോലും BJP-ക്കാരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു മണ്ഡലത്തിൽ എങ്ങനെയാണ് BJP-ക്ക് വിജയിക്കാൻ സാധിക്കുക? അല്ലേ, ഹിന്ദിയിൽ ഒരു സ്ലോഗൻ ഉണ്ട്, ആകെ ആകെ ഹോത്താ ഹേ ക്യാ. ഒരു ട്രെയിലറാണ് ഇപ്പോൾ. മുഴുവൻ പിക്ചർ 26 കാണാൻ വന്നു. 25 നല്ലൊരു പിക്ചർ കാണാം, 26 കാണാം. ജനങ്ങൾ തീരുമാനിക്കുന്നു. ഇത് ഞങ്ങളല്ല തീരുമാനിക്കാൻ പോകുന്നത്. ആരാണ് അവർ വിശ്വസിക്കുന്നത് അവർ തീരുമാനിക്കും. അത് അങ്ങനെ എന്തിനാ ഡൗട്ട്? ഐഡിയോളജി വരുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണ്ടേ? അത് സബ്കാ സാത്ത് സബ്കാ വികാസ് വോട്ട് വർദ്ധിക്കണ്ടേ? അല്ല, BJP അധികാരത്തിലേക്കോ അല്ലെങ്കിൽ വരും അതിൻ്റെ ഒരു സെമി ഫൈനലായിട്ട് വരില്ലേ നിലമ്പൂർ ബൈ ഇലക്ഷൻ, ഈ കേരള അസംബ്ലി ഇലക്ഷൻ്റെ? ഇതൊരു ടെന്നീസ് മാച്ചോ ഫുട്ബോൾ മാച്ചോ ആയിട്ടല്ല കാണുന്നത്. ഇത് ജനസേവനയാണ്. ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങൾ സ്പോർട്സോ എൻ്റർടൈൻമെൻറ്റോ ആയിട്ട് കണ്ടോളൂ, സാരില്ല. ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ദൗത്യം, ഒരു വികസിത കേരളം സൃഷ്ടിക്കണം. അതിന് ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കും. അത് ഞങ്ങൾ ചെയ്യും. ബാക്കി ഫുട്ബോളും ബാസ്കറ്റ്ബോളെല്ലാം നിങ്ങൾ എല്ലാവരും കളിക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയില്ല. കർഷകർ ആഘോഷിക്കുന്നില്ല, ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല,
മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല, KSRT ജീവനക്കാർ ആഘോഷിക്കുന്നില്ല, സർക്കാർ പെൻഷൻ കിട്ടുന്ന അവരാഘോഷിക്കുന്നില്ല, സാധാരണക്കാർ ആഘോഷിക്കുന്നില്ല, CPOയിൽ തൊഴിൽ കിട്ടാത്ത യുവാക്കൾ ആഘോഷിക്കുന്നില്ല. അപ്പോൾ ആരാ ആഘോഷിക്കുന്നത് എനിക്കറിയില്ല. അതിന് 100 കോടി ഈ ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ, ശമ്പളം അതിന് വർദ്ധിക്കുന്നത് ചോദിക്കുമ്പോൾ 100 കോടിൻ്റെ ഒരു ആഘോഷം CPM സർക്കാർ നടത്തുന്നു. അത് എന്തിനാണ് ആഘോഷം എനിക്കറിയില്ല. അത് ചോദിക്കണം, അവരോട് ചോദിക്കണം. ഞാനല്ലല്ലോ സർക്കാർ. കേന്ദ്ര സർക്കാരിനെതിരെ സമാനമായ വിമർശനം ഉണ്ടായിരുന്നില്ല. പരസ്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നുള്ളൊരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ സമാനമായ രീതിയിലുണ്ടായിരുന്നില്ല. അത് എന്തോ അവിടെ മാറ്റം ഉണ്ടായിട്ടില്ലേ? ഇവിടുത്തെ 9 കൊല്ലം ഇവിടുത്തെ 9 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കൂ, ഒരു സർക്കാർ നല്ല പണി ചെയ്യുകയാണെങ്കിൽ ആഘോഷിക്കണം, ജനങ്ങൾ ആഘോഷിക്കും. ഇവിടെ കടം വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു സർക്കാർ, ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ലാത്ത ഒരു സർക്കാർ ആഘോഷിക്കുമ്പോഴാണ് തർക്കം. കേന്ദ്രം അർഹതപ്പെട്ടത് നൽകുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇരുന്നൂറ് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നമസ്കാരം.